അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞങ്ങൾ സാഗറിലാണ്. ഞങ്ങൾ ഇതേണ്ട വണ്ടിയിലെല്ലാം പാക്ക് ചെയ്തു. ഇനി ഇവിടെ നിന്ന് നേരെ ഇതേണ്ട ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അടിപൊളി സ്ഥലം. അതായത് സാഗറിലെ ഒരു കൊട്ടാരത്തിലായിരുന്നു ഇന്നലെ താമസിച്ചെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. രാവിലെ ഒരു പയ്യൻ വന്ന് നമ്മളടുത്ത് ചായയൊക്കെ വേണമെന്ന് ചോദിച്ചു. വേണമെന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ 3 വണ്ടിയും ഒരുമിച്ച് വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് ഇപ്പോൾ മോർണിംഗിൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി ബാബുജി കാ ഫാമിലി റെസ്റ്റോറൻറ്റ്. അപ്പോൾ ശാഖാഹാരിയാണ്. എന്തായാലും നോക്കാം. ഈ ഇത്രയും കിലോമീറ്റർ വന്നെടുത്ത് ആകപ്പാടെ വൃത്തിയുള്ള ഒരു സ്ഥലം കണ്ട ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വൃത്തി എന്ന് പറയണേ. എന്തായാലും നോക്കാം. ആലു പൊറോട്ട ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല അപ്പം ആലു പൊറോട്ട അങ്ങ് തട്ടിയാലോ? ഓക്കെ ബാ. ഇപ്പം ലളിത്പൂരിൻ്റെ ഔട്ടറിലാണ് ഉള്ളത്. ഇവിടെ നല്ല പുകയുണ്ട് അടുക്കളയിൽ. അപ്പോൾ അത് മുഖത്തടിച്ചിട്ടാണ് കണ്ണടഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങളിപ്പോൾ ആലു പൊറോട്ടയ്ക്ക് പകരം ഞങ്ങൾ പനീർ പൊറോട്ട ഓർഡർ ചെയ്തു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഇവർ നമ്മൾ കട്ടൻ ചായ ഇടാൻ ചോദിച്ചു കഴിഞ്ഞാൽ കട്ടൻ ചായയിലാണെങ്കിൽ നിറയെ തേയിലപ്പൊടി എടുത്തിട്ട് തരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു നിങ്ങൾ വെള്ളം തിളപ്പിക്ക്, തേയിലപ്പൊടി ഞാനിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുക്കള ഇന്ന് തരുമെന്നൊന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് സ്വന്തമായിട്ട് കട്ടനിട്ട് കുടിക്കും. അവർ നമ്മളത് അടുക്കളയിൽ നിന്ന് പുറത്താക്കി. എന്നാ കുറച്ച് ഇഞ്ചി ഇവിടെ ഇടാൻ രസം ഉണ്ടാക്കി തരും. ഇഞ്ചി ഭയങ്കര ടേസ്റ്റാ. ഇന്നലത്തെ ചായ ഉണ്ടില്ലയോ? നല്ല ചായ അതേപോലെ ആവും. നടന്നത്. അപ്പൊ എന്തായാലും ഇനി പൊറോട്ടയൊക്കെ വന്നതിന് ശേഷം കാണാം. ഞങ്ങൾ കിച്ചണിൽ കയറിയൊരു ചായ ഇടാൻ പോണു. ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കി ദേ ഇതാണ് അവരുടെ കിച്ചൺ. ഇതാണ് പനീർ പൊറോട്ട. थोड़ा और पानी डाल दीजिए, हम लोग चाय ज़्यादा पियेंगे. ये बहुत कम है ना. एक और ग्लास डाल दीजिए. കഷ്ടം. ഇതുവരെ കുടിച്ച ചായ ഒന്നും ഉള്ളൂല്ലാന്ന് പറഞ്ഞിട്ട് ചായ എല്ലാം ഭയങ്കര കട്ടിക്കുള്ള ചായയാണ്. അപ്പൊ ഞാൻ അടുക്കളയിൽ കയറി ഭരണം ഏറ്റെടുത്തു. പക്ഷെ ഒരു വെള്ളം കുറച്ചേ ഇട്ടുള്ളൂ. അപ്പൊ ഞാൻ വെള്ളം കൂട്ടിയിട്ടു. ഒരു ഗ്ലാസ് വെള്ളം കൂടെ. തിരക്കുണ്ടെങ്കിലും കയറും നമ്മള്. പിന്നെ ആ ഉണ്ടാക്കുന്നത് പനീർ പൊറോട്ടയാണ്. സത്യം പറഞ്ഞാൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇവിടുത്തെ അടുക്കള. കുറെ നോർത്ത് ഇന്ത്യയിലൊക്കെ അത് കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ പറയരുത് ഷൈനി. നമ്മൾ ഉള്ളതിൽ ഏറ്റവും വൃത്തിയുള്ള സ്ഥാപനമാണ് കയറിയത്. അതാ പറഞ്ഞേ, കിട്ടാനില്ലാത്തത് കൊണ്ട് കയറി നോക്കിയപ്പോ നല്ല വൃത്തി. ഇത്രയും പോരെ? രണ്ട് ഗ്ലാസ് വെള്ളത്തിന് 3 ഗ്ലാസ് വെള്ളത്തിന് വെള്ളത്തിന് മതി. സോറി. ഇഞ്ചി അതിലൊക്കെ साउथ इंडियन काम चालू करेंगे. हाँ बड़ा डोसा सब बनाएंगे. पराठा वगैरह सब. ഇഞ്ചി കട്ടൻ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കയറി വരാനാ? കണ്ണുനീർന്നടേ സവാളന്റെ പറ്റാത്തൊരു. കുറച്ച് മതി. മതി.
പക്ഷേ ഇത് വെള്ളം കൂടുതലില്ലേ? ആ അതെ നമ്മൾ നീ യൂട്യൂബ് മറ്റേത് എടുത്തല്ല ഇൻസ്റ്റാഗ്രാമിൻ്റെ എവിടെയെന്നൊന്നും അറിയത്തില്ല. ഒരാൾക്ക് ഉറക്കം വന്നു, വേണ്ട ഉറങ്ങണമെന്ന് പറഞ്ഞ് കിടക്കുന്ന മഹതിയാണ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. സ്റ്റക്കാവണ്ട ഇവിടെ വീഡിയോ. ദേ ഞങ്ങളെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നിഷി നല്ല ചൂട്, രക്ഷയില്ല. ഇന്നലെ വരെ സൂഹിച്ചതെല്ലാം പോയി കിട്ടി. എക്സ്ട്രാ ചൂടാണ്. വെളുപ്പങ്കാലത്ത് കഴിച്ച് പോയാൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അമ്മാതിരി ചൂട്, ഒരു മീൻസ് പറ്റണില്ല, കണ്ണ് അടഞ്ഞു പോവുക. എന്തായാലും ഞാൻ ഇതുവരെ ഉറങ്ങിയില്ല. പിന്നെ ഉമ്മയ്ക്ക് ഉറക്കം വന്നപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ കയറി വന്നു, വണ്ടി സൈഡിൽ നിർത്താൻ പറഞ്ഞു. നീ വല്ല പഞ്ചാബിന്ന് വാങ്ങിച്ച കത്തിയാണോ? പഞ്ചാബി കത്തിയൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നമുള്ള ഒരു കത്തി ഞങ്ങൾ മേടിച്ചു. ഇതേണ്ട ഗൂർക്ക കത്തി കണ്ടോ. അപ്പോൾ കത്തി പുറത്തെടുത്ത് കഴിഞ്ഞാൽ രക്തം കാണുമെന്ന് 2 പ്രാവശ്യം എടുത്തു. 2 പ്രാവശ്യം നിഷിയുടെ കൈ മുറിഞ്ഞു. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഝാൻസിയിലോട്ടുള്ള വഴിയാണ്. ലളിത്പൂരിൽ നിന്ന് ഝാൻസിക്ക് അങ്ങോട്ട്, അതായത് ഒരു 60 കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ ഝാൻസിക്ക്. കോട്ടയുണ്ട്, ഝാൻസി കോട്ടയുണ്ട്. അപ്പോൾ കുറച്ച് നേരം എന്തായാലും റെസ്റ്റ് എടുത്തിട്ടേ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വേണ്ട, നമുക്ക് നിർബന്ധമില്ല വരണമെന്ന്. നിർബന്ധം ഉണ്ടാടാ ഋഷി നമ്മളെ കൂടെ വരണമെന്ന്? എന്താ ആ എന്നാ ശരി.